law. Now, let's talk about impulse. Impulse means a force acting on a short period of time. It is called impulse. ഒരു ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക. സോ ഹൗ ഡു യു സ്റ്റോപ്പ് എ മൂവിങ് കാർ? നമുക്കൊരു മൂവിങ് കാറിനെ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? ഒരു മൂവിങ് കാറ് നമ്മുടെ മുമ്പിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യും അല്ലേ? നമ്മൾ മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട് ഗിയർ ഡൗൺ ചെയ്തിട്ട് നമ്മൾ മെല്ലെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓർ പെട്ടെന്നൊരാൾ മുന്നിലോട്ട് ചാടി എന്ത് സംഭവിക്കും? വിൽ അപ്ലൈ ഫേം ബ്രേക്ക്, റൈറ്റ്? ഓർ വിൽ അപ്ലൈ സഡൻ ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൽ രണ്ടിലും ഉണ്ടാകുന്ന ആക്ച്വൽ ഇമ്പാക്റ്റ് എന്നുള്ളത് വ്യത്യസ്തമാണ്, റൈറ്റ്? നമ്മൾ നേരത്തെ ഒരു ബോൾ പിടിക്കുമ്പോൾ നമ്മൾ ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പിടിക്കുന്നതും അല്ലെങ്കിൽ ഒരു വലിയ സ്പാൻ ഓഫ് ടൈമിൽ പിടിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വലിയ ഡിഫറൻസ് ഉണ്ട്, റൈറ്റ്? സോ ദാറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ്. അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ടൈം, റൈറ്റ്? ഒരു ചെറിയ ടൈമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ ഇമ്പൾസിനെ ഐ എന്ന് വിളിക്കുകയാണെങ്കിൽ ഐ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വെർ ടൈം ഇസ് ദ എത്ര സമയത്തോട്ടാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇതെന്താണ്? ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എഫ് ഇൻറ്റു ടി ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു, റൈറ്റ്? ദിസ് ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. എമ്മിനെ ഞാൻ വിയിലോട്ടും യുയിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എം ഇൻറ്റു വി മൈനസ് യു ഈക്വൽ ടു എം വി മൈനസ് എം യു. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ് എം വി എന്നുള്ളത്? എം വി ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം, റൈറ്റ്? ഫൈനൽ മൊമെൻറ്റം. വാട്ട് ഈസ് എം യു? എം യു ഈസ് ഇനീഷ്യൽ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇമ്പൾസ് എന്ന് പറയുന്നത്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റത്തെയാണ് നമ്മൾ ആക്ച്വലി ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഫോഴ്സ് ഒരു ടൈമിൽ ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുക. അത് ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇറ്റ്സ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ,